ഹായ്, ഇനി പഠിക്കാൻ പോകുന്നത് റെസിഡ്യൂസ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ്. റെസിഡ്യൂസ് എന്താണെന്ന് നോക്കാം. എന്താണ് റെസിഡ്യൂസ്? നമ്മൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ ലോറന്റ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity എ എൻ ഇസഡ് മൈനസ് എ ദ ഹോൾ റൈസ് ടു എൻ പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity n equal to 1 to infinity bn z minus a the whole raised to minus n. നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. എഫ് ഓഫ് ഇസഡ് എന്ന ഫംഗ്ഷനെ ലോറന്റ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടേം ആണ് 1/z മൈനസ് എ. ആ 1/z മൈനസ് എയുടെ കോഎഫിഷ്യന്റ് ആണ് റെസിഡ്യൂ. അതായത് റെസിഡ്യൂ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് അറ്റ് എ പോയിന്റ് z ഈക്വൽ ടു a is the coefficient of 1/z minus a in the Lorentz series expansion of f of z about z equal to a. Residue z equal to a f of z equal to the coefficient of 1/z minus a in the Lorentz series expansion of f of z about z equal to a. നമ്മൾ ലോറന്റ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടേം ആണ് 1/z മൈനസ് എ. ആ ടേമിന്റെ കോഎഫിഷ്യന്റ് ആണ് റെസിഡ്യൂ. അതായത് ഇവിടെ നമ്മൾ എന്നിന് 1 കൊടുക്കുമ്പോൾ വരുന്നത് എന്താണ്? b1 z മൈനസ് എ ദ ഹോൾ റൈസ് ടു മൈനസ് 1. അതായത് b1 1/z മൈനസ് എ. 1/z മൈനസ് എയുടെ കോഎഫിഷ്യന്റ് ആയ b1 ആണ് റെസിഡ്യൂ. ഇത് ഒരു മെത്തേഡാണ്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിലാണ് നമുക്ക് 1/z മൈനസ് എയുടെ കോഎഫിഷ്യന്റ് എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ 3 ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നമുക്ക് പഠിക്കാം. z ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റ് ഒരു സിമ്പിൾ പോൾ ആണെങ്കിൽ നമ്മൾ 2 ഫോർമുലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഫോർമുലയാണ് റെസിഡ്യൂ z ഈക്വൽ ടു എ എഫ് ഓഫ് z ഈക്വൽ ടു ലിമിറ്റ് z ടെൻഡിങ് ടു എ z മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് z. സെക്കൻഡ് ഫോർമുലയാണ് ഈ എഫ് ഓഫ് z ഇഫ് എഫ് ഓഫ് z ഈസ് ഓഫ് ദ ഫോം g ഓഫ് z ബൈ h ഓഫ് z. ഇവിടുത്തെ z ഈക്വൽ ടു എ ഈസ് എ സിമ്പിൾ പോൾ വിത്ത് g ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് h ഓഫ് എ ഈക്വൽ ടു 0. Then residue z equal to a f of z equal to g of a by h dash a. ഈ ഫോമിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷേ മിക്ക പ്രോബ്ലംസും നമുക്ക് ഈ ഫോർമുല തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. ഇതിനേക്കാൾ എളുപ്പമാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഇത് രണ്ടും യൂസ് ചെയ്യണം എപ്പോഴാണ്? z ഈക്വൽ ടു എ ഒരു സിമ്പിൾ പോൾ ആണെങ്കിൽ ഒരു ഫോർമുല റെസിഡ്യൂ z ഈക്വൽ ടു എ എഫ് ഓഫ് z ഈക്വൽ ടു ലിമിറ്റ് z ടെൻഡിങ് ടു എ z മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് z. ദെൻ ഇഫ് എഫ് ഓഫ് z ഈസ് ഓഫ് ദ ഫോം g ഓഫ് z ബൈ h ഓഫ് z, ദെൻ റെസിഡ്യൂ z ഈക്വൽ ടു എ എഫ് ഓഫ് z ഈക്വൽ ടു g ഓഫ് a ബൈ h ഡാഷ് a. ഇതാണ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർമുല. റെസിഡ്യൂ അറ്റ് എ പോൾ ഓഫ് ഓർഡർ m ഗ്രേറ്റർ ദാൻ 1. അതായത് സിമ്പിൾ പോൾ ആണെങ്കിലാണ് ആദ്യത്തെ 2 ഫോർമുല യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പോൾ അല്ല, അതായത് ഓർഡർ m ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ 2ഓ 3ഓ വേറെ എന്തെങ്കിലും വരെയാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. റെസിഡ്യൂ z ഈക്വൽ ടു എ എഫ് ഓഫ് z ഈക്വൽ ടു 1/m മൈനസ് 1 ഫാക്ടോറിയൽ ലിമിറ്റ് z ടെൻഡിങ് ടു a d റൈസ് ടു m മൈനസ് 1 ബൈ d z റൈസ് ടു m മൈനസ് 1. ദാറ്റ് ഈസ് m മൈനസ് 1 the derivative. Then z minus z0 the whole raised to m into f of z. ഇതാണ് പോളിന്റെ ഓർഡർ ഹയർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ യൂസ് ചെയ്യുന്ന ഫോർമുല. ഇനി നമുക്ക് കിട്ടുന്ന റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ z ഈക്വൽ ടു എ ഒരു റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണെങ്കിൽ റെസിഡ്യൂ 0 ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ സിംഗുലാർ പോയിന്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് z ഈക്വൽ ടു 1/z raised to 4 minus 1 and hence find the corresponding residues. f of z equal to 1/z raised to 4 minus 1. ഇതിനെങ്ങനെ എഴുതാം? 1/z square minus 1 into z square plus 1. ഇവിടെ ആരൊക്കെയാണ് പോൾസ്? ഹിയർ ദ പോൾസ് ആർ ആരൊക്കെയാണ്? z square minus 1 equal to 0 and z square plus 1 equal to 0. ഇങ്ങനെ വരുന്ന പോയിന്റ്സ് ആണ് പോൾസ്. അപ്പൊ എന്ത് വരും? z സ്ക്വയർ ഈക്വൽ ടു 1, z സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1, z ഈക്വൽ ടു എന്താണ്? പ്ലസ് ഓർ മൈനസ് 1, z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആയിട്ട്
നമുക്ക് 4 പോൾസ് കിട്ടി. Z⁴ മൈനസ് 1 എന്നാണ്. അപ്പം നമുക്ക് Z⁴ ആയതുകൊണ്ട് 4 എണ്ണം കിട്ടും. 4 പോൾസ് കിട്ടി. ആരൊക്കെയാണ്? Z = +1 -1 +i -i. ഇത് ഓരോന്നും സിമ്പിൾ പോൾസ് ആണ്. ദീസ് ആർ സിമ്പിൾ പോൾസ്. അപ്പൊ 4 റൂട്ട്സ് കിട്ടണമായിരുന്നു. 4 എണ്ണം തന്നെ കിട്ടി. അപ്പോൾ ഓരോന്ന് വീതമല്ലേ. അപ്പൊ എന്താണ്? ഇതെല്ലാം സിമ്പിൾ പോൾസ് ആണ്. നമുക്കിത് റെസിഡ്യൂ കണ്ടുപിടിക്കണം. ഈ ഓരോ പോൾസിനോട് റെസിഡ്യൂ കണ്ടുപിടിച്ച് നോക്കാം. റെസിഡ്യൂ Z = 1 f of z. Z = 1 എന്നുള്ള പോയിന്റ് റെസിഡ്യൂ എന്താണ്? അതായത് നമ്മൾ സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യും. ഇതെന്ത് ഫോർമുലയാണ്? g of z by h of z എന്നുള്ള ഫോർമുല അല്ലേ. അപ്പൊ സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യാം. അതായത് 1 താഴത്തെ ഡെറിവേറ്റീവ്, മുകളിലത്തത് ബൈ താഴത്തെ ഡെറിവേറ്റീവ്. എന്താ ഡെറിവേറ്റീവ്? 4z³ എന്നിട്ട് ആ പോയിന്റ് എന്താണ്? Z = 1. അപ്പോൾ എന്ത് വരും? Z 1 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 1/4 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അടുത്ത റെസിഡ്യൂ Z = -1 f of z. എന്താണ്? നമുക്ക് സെക്കൻഡ് ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മുകളിലത്തത് ബൈ താഴത്തെ ഡെറിവേറ്റീവ് 1/4z³. That is numerator by derivative of denominator. At point Z = -1. അപ്പൊ എന്ത് വരും? 1/4 into -1³ -1/4. Then residue Z = I f of z. എന്ത് വരും? 1/4z³ Z = I. അതായത് 1/4i³ ആണ്. എന്താണ് i³ എന്ന് പറഞ്ഞാൽ? i³ എന്താണ്? i² × i അല്ലേ. i² -1 ആണ്. അപ്പൊ -i എന്ന് കിട്ടും. അപ്പൊ എന്ത് വന്നു? 1/-4i. എന്താണ് 1/i? 1/i -i ആണ്. -i/-4 എന്ന് കിട്ടി. അതായത് i/4 ആണ് ആൻസർ. ഇനി ഒരു റെസിഡ്യൂ കൂടെ ഉണ്ട്. റെസിഡ്യൂ Z = -i f of z. എന്താണ്? 1 ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 4z³ പോയിന്റ് Z = -i 1/4 -i³. i³ -i ആണ്. അപ്പൊ -i³ എന്താണ്? +i ആണ്. 1/4 ആണ്. ആൻസർ എന്താണ്? -i/4. നമുക്ക് റെസിഡ്യൂ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the poles and residues of f of z equal to z e⁻²i z by z² plus 9. First find the singular points. Here the function f of z equal to z e⁻²i z by z² plus 9. Here the singular points are z² plus 9 equal to 0, which means z² equal to -9. Z equal to ±3i. ഇത് രണ്ടും സിമ്പിൾ പോൾസ് ആണ്. 2 റൂട്ട്സ് കിട്ടണം. 2 എണ്ണം കിട്ടി. അപ്പോൾ ഓരോന്ന് വീതമാണ്. ദീസ് ആർ സിമ്പിൾ പോൾസ്. സിമ്പിൾ പോൾസ്. ഇനി റെസിഡ്യൂ കാണണം. എന്താണ് റെസിഡ്യൂ? Z = 3i f of z. നമ്മൾ സെക്കൻഡ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതെന്ത് ഫോർമുലയാണ്? f of z = h of z by g of z. അപ്പൊ എന്താണ് റെസിഡ്യൂ? h of a by g'(a). ആ ഫോർമുല യൂസ് ചെയ്യും. അതായത് h of a z e⁻²i z. അത് അതുപോലെ എഴുതിയിട്ട് ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ? 2z. ദെൻ അറ്റ് പോയിന്റ് z = 3i. അപ്പൊ എന്ത് വരും?
3i e raised to 2i into 3i by 2 into 3i. അപ്പോൾ എന്താവും? 3i 3i വെട്ടിപ്പോവും. e raised to 6i square. i square എന്താണ്? -1 by 2. e raised to -6 by 2 എന്ന് കിട്ടി. അടുത്ത് നോക്കേണ്ടത് റെസിഡ്യൂ z equal to -3i f of z ആണ്. എന്ത് വരും? ന്യൂമറേറ്റർ ബൈ z e raised to 2i z by derivative of denominator 2z at point z equal to -3i. അപ്പൊ എന്ത് വരും? ഇവിടെ നമുക്ക് z വെട്ടി കളയാം. ഇനി ആ പോയിന്റ് കൊടുക്കാം -3i എന്ന്. e raised to 2i into -3i by 2. എന്ത് വരും? e raised to -6i square by 2. I square is -1. Therefore, e raised to 6 by 2 is the answer. e raised to 6 by 2 എന്ന് കിട്ടി. അതാണ് ആൻസർ. Next question. Find the residue at z equal to 0 of 1 plus e raised to z by sin z plus z cos z. എന്ത് ചെയ്യാം? ഇവിടെ പറയുന്നുണ്ട് പോയിന്റ് z equal to 0 ആണ്. Here z equal to 0 is a simple pole. Here has to write as z equal to 0 is a simple pole. ഇവിടെ ഒരു പോളേ വരുന്നുള്ളൂ. അപ്പൊ അതെന്താണ്? സിമ്പിൾ പോളാണ്. എന്ത് ഫോമിലാണ്? h of z by g of z ഫോമിലല്ലേ? അപ്പൊ എന്താണ് റെസിഡ്യൂ? റെസിഡ്യൂ z equal to 0 of f of z equal to numerator by derivative of denominator. എന്താണ് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ്? സൈൻ z കോസ് z പ്ലസ് z കോസ് z-നെ z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് z മൈനസ് സൈൻ z പ്ലസ് കോസ് z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് z1 അറ്റ് z ഈക്വൽ ടു 0. That is 1 plus e raised to 0 by cos 0, ഇവിടെ 0 വരും, പ്ലസ് 0 പ്ലസ് cos 0. എന്താണ് e raised to 0? 1 ആണ്. 1 plus 1 2 വരും. cos 0 1 ആണ്. 2 cos 0 2 ആണ്. 2 by 2 1 ആണ് കിട്ടും ആൻസർ. നമുക്ക് തന്നെ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. Next question. Find the singularities of the function f of z equal to tan z and hence find corresponding residues. Here f of z is tan z. എന്താണ് tan z എന്ന് പറഞ്ഞാൽ? sin z by cos z. അപ്പൊ ഇവിടുത്തെ സിംഗുലർ പോയിന്റ് എന്താണ്? ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് ആണ്. ഹിയർ ദ സിംഗുലർ പോയിന്റ് ഈസ് cos z equal to 0 വരുന്ന പോയിന്റ് ആണ്. എപ്പോഴാണ് cos 0 വരുന്നത്? z equal to odd multiple of pi by 2. 2n plus 1 pi by 2. Cos of z becomes 0 when z equal to odd multiple of pi by 2. That is 2n plus 1 into pi by 2. Then these points are simple poles. These are simple poles. അടുത്ത റെസിഡ്യൂ കാണാം. റെസിഡ്യൂ z equal to പോയിന്റ് എന്താണ്? 2n plus 1 pi by 2. f of z equal to എന്താണ്? ന്യൂമറേറ്റർ ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് കോസ് z മൈനസ് സൈൻ z അറ്റ് പോയിന്റ് z equal to 2n plus 1 pi by 2. എന്ത് വരും? വെട്ടുമ്പോൾ തന്നെ -1 ആയി. ഈ പോയിന്റ് കൊടുക്കാനുള്ള അവസരം പോലും കിട്ടിയില്ല. our residue is -1. നമുക്ക് റെസിഡ്യൂ കിട്ടിക്കഴിഞ്ഞു -1 എന്ന്. ഈ പോയിന്റ് കൊടുക്കും മുമ്പേ തന്നെ നമുക്ക് റെസിഡ്യൂ -1 എന്ന് കിട്ടിക്കഴിഞ്ഞു. Then fifth question is find the residues of the function f of z equal to cot pi z by z minus a the whole square at z equal to a. ഇവിടെ എന്താണ്? z equal to a ആണ്. z equal to a is a pole of order 2. എങ്ങനെ കിട്ടി? z minus a the whole square എന്നല്ലേ? അപ്പൊ ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് z equal to a is a pole of order, ഈ സ്ക്വയർ ആയതുകൊണ്ട് order 2. z equal to a is a pole of order 2.
Then we have to find the residue. Residue z equal to a f of z എന്താണ്? നമ്മുടെ ഫോർമുല എന്താണ്? തേർഡ് ഫോർമുല 1 by m minus 1 factorial limit z tending to a m minus 1 the derivative z minus a the whole raised to m into f of z. ഇവിടെ m എത്രയാണ്? 2 ആണ്. അപ്പോൾ 1 by 2 minus 1 factorial limit z tending to a first derivative of z minus a the whole square cot by z minus a the whole square. ഈ z minus a the whole square വെട്ടിപ്പോകും. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് കോട്ട് പൈ z? മൈനസ് പൈ കൊസീക് സ്ക്വയർ പൈ z. ഇവിടെ ലിമിറ്റും കൂടെ ഉണ്ട്. ലിമിറ്റ് z ടെൻഡിങ് ടു a മൈനസ് പൈ കൊസീക് സ്ക്വയർ പൈ z എന്താവും? മൈനസ് പൈ കൊസീക് സ്ക്വയർ പൈ a. ആൻസർ കിട്ടി. ഓക്കെ. Next question is find the residue of sin hz by z raised to 4 at z equal to 0. Here the pole is z equal to 0. We have to find the residue at z equal to 0. അപ്പോൾ എന്ത് വരും? റെസിഡ്യൂ എടുക്കുമ്പോഴത്തേക്ക് ന്യൂമറേറ്റർ ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ അല്ലേ? അതായത് റെസിഡ്യൂ z ഈക്വൽ ടു 0 f ഓഫ് z എന്താണ്? ന്യൂമറേറ്റർ sin hz ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 4z ക്യൂബ്. പോയിന്റ് എന്താണ്? z ഈക്വൽ ടു 0. ഇത് എന്ത് വരും? 0 by 0 വരുള്ളൂ. ഇത് തെറ്റാണ്. ഇങ്ങനെയല്ല ചെയ്യുന്നത്. നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. അല്ലെങ്കിലും ഈ z ഈക്വൽ ടു 0 സിമ്പിൾ പോൾ അല്ല. z ഈക്വൽ ടു 0 സിമ്പിൾ പോൾ അല്ല. ഓർഡർ ഹയർ വരും. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? കോഎഫിഷ്യന്റ് ഓഫ് 1 by z വരും. അത് ചെയ്താൽ പോരെ? അതായത് സൈൻ hz ബൈ z ക്യൂബിന് 1 by z ക്യൂബ് ഇൻറ്റു വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് സൈൻ hz? z പ്ലസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 5 by 5 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 7 by 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയാണ്. ഇതാണ് എളുപ്പം എക്സ്പാൻഡ് ചെയ്യാൻ അറിയാമെങ്കിൽ. എന്താണ് സൈൻ hzന്റെ എക്സ്പാൻഷൻ? സൈൻ hz ഈസ് z പ്ലസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 5 by 5 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 7 by 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. വെളിയിലൊരു 1 by z ക്യൂബ് ഉണ്ട്. ഇത് അകത്തോട്ട് കയറ്റാം. എന്താവും? 1 by z സ്ക്വയർ പ്ലസ് 1 by 3 ഫാക്ടോറിയൽ പ്ലസ് z സ്ക്വയർ ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 4 by 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇവിടുത്തെ റെസിഡ്യൂ എന്താണ്? ഹിയർ റെസിഡ്യൂ z ഈക്വൽ ടു 0 f ഓഫ് z എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് 1 by z ആണ്. കോഎഫിഷ്യന്റ് ഓഫ് 1 by z. ഇവിടെ 1 by z ടേം ഉണ്ടോ? ഇല്ല. 1 by z ടേം ഇല്ല. അപ്പൊ എന്താണ്? റെസിഡ്യൂ 0 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് 1 by z 0 ആണ്. അപ്പൊ റെസിഡ്യൂ 0 ആണ്. ഇപ്പൊ ചെയ്ത് വന്നപ്പോ തെറ്റിപ്പോയി. സൈൻ hz ബൈ z റൈസ് ടു 4 ആണ്. അപ്പൊ എന്ത് വരും? 1 by z റൈസ് ടു 4 ഇൻറ്റു ഇപ്പോൾ ഇവിടെ 1 by z ക്യൂബ് 1 by 3 ഫാക്ടോറിയൽ ഇൻറ്റു z പ്ലസ് അടുത്തത് വരും z by 5 ഫാക്ടോറിയൽ z ക്യൂബ് ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് 1 by z? ഈ ടേം ആണ്. അപ്പൊ എന്ത് വരും? 1 by 3 ഫാക്ടോറിയൽ എന്താണ്? 1 by 1 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പം 1 by 6 ആണ് ആൻസർ. 1 by z റൈസ് ടു 4 മാറ്റിയിട്ട് എക്സ്പാൻഷൻ ഓഫ് സൈൻ hz ഇതിനകത്തോട്ട് കയറ്റി. ഇനി എന്താണ്? റെസിഡ്യൂ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് 1 by z. 1 by z വരുന്ന ടേമിന്റെ കൂടെ വരുന്ന നമ്പർ എന്താണ്? 1 by 3 ഫാക്ടോറിയൽ. എന്താണ് 3 ഫാക്ടോറിയൽ? 1 ഇൻറ്റു 2 ഇൻറ്റു 3. അതായത് 1 by 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഈസ് 1 by 6. അവർ ആൻസർ ഈസ് 1 by 6. Next question, find the residue of 1 by e raised to 2z by z raised to 4 at z equal to 0. ഇവിടെ z equal to 0 ആണ് പോൾ വരുന്നത്. നമുക്കിനി എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ എക്സ്പാൻഡ് ചെയ്യാം. 1 മൈനസ് ഇ റൈസ് ടു 2z by z raised to 4. എന്ത് ചെയ്യാം? 1 by z raised to 4 മാറ്റിയിട്ട് 1 മൈനസ് എന്താണ്? ഇ റൈസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ.
ഇ റൈസ് ടു എക്സിനെ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയാണ്. അപ്പൊ ഇ റൈസ് ടു ഇസഡ് എന്താണ്? 1 പ്ലസ് 2z റൈസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 2z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 2z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയാണ്. ഈ 1ഉം ഈ -1ഉം വെട്ടിപ്പോവും. ബാക്കി എന്ത് വരും? എല്ലാ ടേമും മൈനസ് ആണ്. ഇസഡ് റൈസ് ടു 4 അകത്തോട്ട് കയറുമ്പോൾ എന്താവും? മൈനസ് 2 ബൈ ഇസഡ് ക്യൂബ് ഇൻറ്റു 1 ഫാക്ടോറിയൽ മൈനസ് 2 സ്ക്വയർ by z square 2 factorial minus 2 cube by z 3 factorial minus അടുത്തെന്താവും? 2 raised to 4 z വരില്ല by 4 factorial ഇങ്ങനെയാണ് പോകുന്നത് മൈനസ് എക്സെട്ര. അപ്പൊ എന്താണ് റെസിഡ്യൂ? റെസിഡ്യൂ z equal to 0, f of z is coefficient of 1 by z. Coefficient of 1 by z ആണ്. എന്താണ് 1 by z വരുന്ന ടേമിന്റെ കോഎഫിഷ്യന്റ്? ഇതല്ലേ മൈനസ് 1 by z വരുന്ന ടേം. അതായത് മൈനസ് 2 ക്യൂബ് 8 ബൈ 3 ഫാക്ടോറിയൽ അല്ലേ? അതായത് മൈനസ് 8 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എത്ര വരും? മൈനസ് 4 ബൈ 3 ഈസ് ദ ആൻസർ. ആൻസർ ആയില്ലേ? Next question is find the residue at z equal to 0 for z minus sin z by z cube. നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അതായത് z minus sin z by z cube 1 by z cube into z minus what is the expansion of sin z? Z minus z cube by 3 factorial plus z raised to 5 by 5 factorial minus z raised to 7 by 7 factorial plus etc. ആണ്. z മൈനസ് z വെട്ടിക്കളയാം. ഇത് അകത്തോട്ട് കയറ്റുമ്പോഴത്തേക്ക് 1 by 3 factorial minus z square by 5 factorial plus z raised to 4 by 7 factorial minus z raised to 6 by 9 factorial plus etc. ആണ് കിട്ടുക. ഇവിടെ എന്താണ്? ഇവിടെ പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആണ്. അപ്പൊ എന്ത് സിംഗുലാരിറ്റി ആണ്? റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ റെസിഡ്യൂ എന്താണ്? 0 ആണ് അല്ലേ? അല്ലെങ്കിൽ റെസിഡ്യൂ എന്താണ്? റെസിഡ്യൂ z ഈക്വൽ ടു 0, f ഓഫ് z എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് 1 by z ആണ്. കോഎഫിഷ്യന്റ് ഓഫ് 1 by z കോഎഫിഷ്യന്റ് ഓഫ് 1 by z 1 by z വരുന്ന ടേം ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് 1 by z? 0 ആണ്. റെസിഡ്യൂ 0 എന്ന് കിട്ടിയില്ലേ? അല്ലെങ്കിൽ ഇതെന്താണ്? ഇവിടെ പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആണ്. ഇസഡിന്റെ നെഗറ്റീവ് പവേഴ്സ് വരുന്ന പാർട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ എന്ത് സിംഗുലാരിറ്റി ആണ്? റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ റെസിഡ്യൂ 0 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. Next question is find the poles and residues of 1 by z sin z. 1 by z sin z ആണ് ഫംഗ്ഷൻ. അപ്പൊ പോൾ ആരാണ്? z equal to 0 ഈസ് പോൾ. ഓർഡർ എത്ര? ഇവിടെ ഒരു 0 വരും, ഇവിടെയും ഒരു 0 വരും. അപ്പൊ 2 0 വരുന്നുണ്ട്. പോൾ ഓഫ് ഓർഡർ 2. z equal to 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. നമുക്കൊരു റെസിഡ്യൂ കാണണം. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നമുക്ക് 1 by z into sin z ന് 1 by z into expansion of sin z is z minus z cube by 3 factorial plus z raised to 5 by 5 factorial minus z raised to 7 by 7 factorial plus etc. ഇവിടെ നിന്ന് ഒരു z കൂടെ വെളിയിലാക്കും. അപ്പൊ z സ്ക്വയർ ഇൻറ്റു 1 minus z square by 3 factorial plus z raised to 4 by 5 factorial minus z raised to 6 by 7 factorial plus etc. ഇനി എന്താണ്? ഈ 1 മൈനസിന് എടുത്ത് മുകളിലോട്ടാക്കാം. റേസ് ടു -1. അപ്പം 1 മൈനസ് ബ്രാക്കറ്റിനകത്ത് z സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ മൈനസ് z raised to 4 by 5 ഫാക്ടോറിയൽ മൈനസ് z raised to 6 by 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ദ ഹോൾ റേസ് ടു -1 ആണ്.
ഇതിന്റെ എക്സ്പാൻഷൻ എന്താണ്? 1 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു മൈനസ് വണ്ണിന്റെ എക്സ്പാൻഷൻ, അതായത് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂ പ്ലസ് എക്സ് എത്രയാണ്? 1 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു മൈനസ് വണ്ണിന്റെ എക്സ്പാൻഷൻ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂ പ്ലസ് എക്സ് എത്രയാണ്? അപ്പൊ എന്ത് വരും? 1 പ്ലസ് ഈ ബ്രാക്കറ്റ് പ്ലസ് അതിന്റെ സ്ക്വയർ പ്ലസ് അതിന്റെ ക്യൂബ് പ്ലസ് എക്സ് എത്രയാണ്? അതായത് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ടേം കിട്ടും. ഇനി എന്താണ് റെസിഡ്യൂ? റെസിഡ്യൂ ഈക്വൽ ടു റെസിഡ്യൂ ഇസഡ് ഈക്വൽ ടു 0 എഫ് ഓഫ് ഇസഡ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് 1 ബൈ ഇസഡ്. കോഎഫിഷ്യന്റ് ഓഫ് 1 ബൈ ഇസഡ്. ഇവിടെ 1 ബൈ ഇസഡ് വരുന്ന ടേം ഉണ്ടോ? ഇല്ല. 1 ബൈ ഇസഡ് വരുന്ന ടേം ഇല്ല. അപ്പൊ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് 1 ബൈ ഇസഡ്? 0 ആണ്. ഹിയർ ദ റെസിഡ്യൂ ഈസ് 0. പക്ഷെ ഇതെന്താണ് കിട്ടിയത്? എക്സ്പാൻഷൻ കഴിഞ്ഞപ്പോൾ എന്താണ് കിട്ടിയത്? പോളാണ്. പോൾ ഓഫ് ഓർഡർ 2 ആണ്. പോൾ ഓഫ് ഇസഡ് ഈക്വൽ ടു 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 2 ആണ് കിട്ടിയത്. ഇസഡ് ഈക്വൽ ടു 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. പക്ഷെ റെസിഡ്യൂ 0 ആണ്. ഓക്കെ. അപ്പൊ റെസിഡ്യൂസ് കാണാൻ പഠിച്ചെങ്കിൽ മാത്രമേ ഇനി ഈ മോഡ്യൂളിലെ ബാക്കി പോർഷൻസ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ റെസിഡ്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള കാഷ്യസ് റെസിഡ്യൂ തിയറവും പിന്നെ ഉള്ള ഇന്റഗ്രേഷനും ഒക്കെ പഠിക്കണമെങ്കിൽ ഈ റെസിഡ്യൂവിന്റെ ബേസിക്സ് റെസിഡ്യൂ എങ്ങനെ കാണണം എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.